ഇതുപോലത്തെ തട്ടുമുറൊന്നും ഇപ്പം നിലവിലില്ല. അങ്ങാടി സൊറ. ആ അങ്ങാടി സൂര ആയി കഴിഞ്ഞാലോ വസ്തു സൊറ. ആ പഴയ കാലത്തെ ഹോട്ടലിന്റെ പഴയ കാലങ്ങളിൽ പറഞ്ഞ അങ്ങാടി സൊറ. മാറ്റി പണ്ട് കാലങ്ങൾ അങ്ങാടി സൊറ എന്നാണ് പറയുന്നത്. അതൊന്നും ഇപ്പൊ ആളുകൾ. ബാബു എനക്ക് അങ്ങാടി സൊറ ഒന്നും അറിയില്ലേ? എനിക്കറിയില്ല, അതൊക്കെ മാണീസാണ്. മാണീസാണ് അതിൻ്റെ ആള്. മാണീസ് ഞാനും പണ്ട് ഞണ്ട് പിടിക്കാൻ പോയതാ. ഞങ്ങൾ ഞണ്ടൊക്കെ പിടിച്ചു. അതൊരു പോണോ? തവളപിടുത്തമില്ല. തവളപിടുത്തം പണ്ടിട്ടായിരുന്നു, ഇപ്പല്ല. ഇപ്പൊ തവള നമ്മൾ പിടിക്കണം എന്ന് തോന്നും, പക്ഷെ തവള ചാടുക. തവള ഭയങ്കര ചാട്ടാ. ഇപ്പൊ തവള ഡിഗ്രി എടുത്തു. അതെ അതെ. കോറിക്കാറുള്ള സ്ലറി എല്ലാം കൂടെ ഒഴുക്കി വിട്ട് തവളയില്ല, ഞണ്ടും ഇല്ല, ഒന്നുമില്ല. ഒരു അല്പം വിദ്യാഭ്യാസം തവളക്ക് കൂടുതൽ. ആ തവള കയറിയാ പഠിച്ചതല്ല, അവര് കയറിപ്പോയി. ഏതായാലും മഴ അല്ലേ? അതെ, അല്ല മഴ ഒരു ശമനമായി. മഴ തീരെ ഇല്ലാന്ന് പറഞ്ഞൊരു സമയമായിരുന്നു ഇപ്പൊ. അയ്യോ മഴ നമ്മള് 2 മണിക്കൂർ 3 മണിക്കൂർ പെയ്തപ്പോ മഴയോ വേണ്ടാന്ന് പറഞ്ഞിട്ട് ആൾക്കാർ. അത് ഞാൻ അന്ന് പറഞ്ഞല്ലോ, ഈ മരുമഴ എപ്പോ തോരുമെന്ന് ചോദിക്കുന്ന സമയം പിടിയത്. 1000 മേനക്ക് അരക്കോട. അങ്ങനെ പറഞ്ഞാല് 1000 ദിവസം വേനലടിച്ച് കഴിഞ്ഞിട്ട് 1/2 ദിവസം മഴ പെയ്താൽ ഈ കണ്ടീഷനിലായി. അതാ ശരിയാ. അങ്ങനെ അന്നേരമാണ് ഈ പത്തനംതിട്ടക്കാരും റാന്നിക്കാരും ഒക്കെ കരയുന്നത്. ഈ പ്രാവശ്യം അവരാ കരയുന്നത്. കഴിഞ്ഞല്ല നമ്മളായിരുന്നു. കഴിഞ്ഞല്ല 18. അല്ല എനിക്കത് BC ജോർജിന്റെ വീട്ടിൽ അങ്ങനെ വെള്ളം കയറിയില്ല. BC ജോർജിന്റെ വീട്ടിൽ ഇത്രയും കാലമായിട്ട് വെള്ളം കയറിയില്ല, ഇപ്പോഴല്ലേ കയറിയത്. എന്നാലും BC ജോർജിന്റെ വീട്ടിലേക്കൊക്കെ വെള്ളത്തിന് കയറാൻ ധൈര്യം വന്നല്ലോ. അത് 15 ലക്ഷം രൂപ നഷ്ടമുണ്ട്. അതെനിക്ക് ദൈവം തന്നാ പോക്കോട്ടെന്ന്. അല്ല ബാക്കിയുള്ളതൊക്കെ പോയി പാരമ്പര്യമായിട്ട് കിട്ടിയത്. 15 ലക്ഷം അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ മോശം ഒരു 25 ലക്ഷം കൊടുക്കണമായിരുന്നു. അല്ല എന്തായാലും ഒരു കാര്യം ചെയ്ത, ആ താഴെ കെട്ടിയിട്ട് പട്ടിയെ അഴിച്ചുകൂടി മൂടിക്കൊണ്ടുപോയി. അതെ. കാണിച്ചല്ലോ. അയ്യോ, അതാണ് ഈ വെള്ളം കയറുമ്പോ എന്തുമാത്രം ജീവികളായിരിക്കും. അത് ഈ പശുവിനൊക്കെ കെട്ടിയിട്ടൊക്കെ ആലപ്പുഴ ഭാഗത്ത് ഇവിടെ പശുവിനെ കെട്ടിയിട്ടിട്ട് അതിന് രക്ഷപ്പെടാൻ പറ്റാത്ത കുറെ പശു മരിച്ചു ചെയ്യുന്നത്, ചത്തുപോയി. അങ്ങനെ അതുപോലെ തന്നെ ഈ കാട്ടിലൊക്കെ എന്തെല്ലാം ജീവികള് ഈ വെള്ളം കയറി കിടക്കുന്നത്. അത് മൊത്തം ആസാമിൽ എന്താ സംഭവിച്ചോ ബാബു? അതാണ് വെള്ളപ്പൊക്കം. ആസാമിൽ എന്താ ബാബു സംഭവിച്ചത്? ആസാമിലെ വീടുകളൊക്കെ അടിച്ച് കസറി പോവല്ലേ, അതല്ല വെള്ളപ്പൊക്ക. നമ്മളവിടെ എന്ത് വെള്ളപ്പൊക്ക? അല്ല ഇനി ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഈ മണൽ വാരുന്നത് എന്താണെന്ന്? ഈ പുഴകളിൽ പണ്ട് കാലം മണൽ വാരിയല്ലേ? ഇവിടുത്തെ കോരിക്കാരുടെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ അത് ജനങ്ങൾക്ക് മനസ്സിലാകട്ടെ. ഇവിടുത്തെ കോരിക്കാരെ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ആരെങ്കിലും പുഴയിൽ ഇറങ്ങുമ്പോഴത്തേന് മണൽ വാരുക കേസ് കൊടുക്കുക. എത്ര പെണ്ണുങ്ങളെ കെട്ടുതാരി പണം വെച്ചിട്ട് വണ്ടി എടുത്ത ആളുകളുണ്ട് ഇവിടെ. ആ വണ്ടി മുഴുവൻ സ്റ്റേഷനിലുണ്ടോ? അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ. പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇതിന് മുഴുവൻ കോഴിക്കാരിൽ നിന്ന് സപ്പോർട്ടാണ് കൊടുത്തത്. എന്നിട്ട് മണൽ പുഴയിലുണ്ട് ഇറങ്ങുമ്പോൾ ഇവിടുത്തെ ഭൂമിയിൽ ഏറ്റവും വലിയ ആണിക്കല്ല മല എന്നല്ല, ഏത് പാറ. ആ മലയാണ് തകർക്കുന്നത്. ആ മല തകർക്കുന്നതിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കോ ഇവിടുത്തെ ഭരണാധികാരികൾക്കോ യാതൊരു പ്രശ്നമില്ല. ഒരു പരിപാടിയാണ് മണലൂരുക, അത് തടയാം. അതിന് ഉദ്യോഗസ്ഥന്മാർ ഓടി വന്ന് കോറിയൊക്കെ ആവശ്യമാണ് അല്ലേ, ഒരു പരിധി വരെ. ഈ എംസാൻഡും പിസാൻഡും നിരോധിച്ചിട്ട് അതിന് പകരം പുഴയിലെ മണൽ സർക്കാരിന് പൈസ കൊണ്ട് പൊതുജനങ്ങൾക്കും പ്രകൃതിക്കും ദോഷം എംസാൻഡും മണലും അടിക്കുമ്പോഴാണ്. ഒന്ന്, പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ പൊടിപടലം ഉണ്ടാക്കുന്ന ഒരു വസ്തു അതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത് ഇത് കഴുകിയെടുക്കാൻ വേണ്ടി വേനൽക്കാലത്ത് ഇവരെടുക്കുന്ന വെള്ളം കണക്കില്ല. മൂന്നാമത് ആ സ്ലറി എന്ന് പറഞ്ഞ വസ്തു ഒഴുക്കി ഇങ്ങനെ തോട് വഴി പുഴയിലേക്ക് വിടുക. മീനും പ്രകൃതി. ഈ ചെറുപുഴയിലൊക്കെ കാണുന്ന തെണ്ട് മൊത്തം സ്ലറി അടിഞ്ഞതാണ്. ഒറ്റ മീനില്ല. അപ്പൊ ഈ നിരോധിക്കേണ്ട ഒരു വസ്തു എന്ന് പറഞ്ഞാൽ കോറിയിലെ ആ എംസാൻഡ് ബീസാൻഡ്, ബാക്കി ചിപ്സ് വരെ അടിച്ചോട്ടെ. അതൊക്കെ ഇവിടുത്തെ വ്യവസായങ്ങൾക്ക്. മണൽ പോലെ വേറെന്താ വിഷയം? പുഴയ്ക്ക് കുറച്ച് ആഴം കൂടും. വെള്ളം ഈ തിണ്ടുകൾ എന്താ വിഷയം? ഒരുപാട് കുടുംബങ്ങൾ അതിൽ കഴിയും. സർക്കാരിന് നല്ല വരുമാനം ഉണ്ടാവും.
അതുകൊണ്ട് പഞ്ചായത്തുകളിൽ ഇതിന്റെ പൈസ എത്തും. അഥവാ ഇനി 10 ലോഡ് കള്ളമണലെ വാരിയാലും അവർ സ്വിസ് ബാങ്കിലൊന്നും കൊണ്ടിടുവല്ലോ. ഇല്ലല്ല. വൈകിട്ടേക്ക് അങ്ങാടി കൊണ്ട് ചെലവഴിക്കാം. അത് മാർക്കറ്റിന് ഉണർവായിരുന്നു പണ്ട് കാലത്ത്. പൊട്ടിക്കണ കോറിന്റെ ഒരു അംശം പോലും ഭൂമിക്ക് ഒരു ആഘാതം മണലും നിങ്ങൾക്കറിയാമോ ഈ അരീക്കോടങ്ങാടിയിൽ ആ ഭാഗത്തൊക്കെ എന്തോരം ഉണർവായിരുന്നു ഒരു കാലത്ത് അറിയാമോ? സെക്കൻഡ് ഹാൻഡ് ബൈക്കുകള് സെക്കൻഡുകൾ കൊണ്ടാണ് വിറ്റ് പോകുന്നത്. ഒരാളല്ല ജീവിക്കണത്, ഒരു കച്ചവടക്കാരൻ, ഒരാൾ മണൽ ഒരു ആരൊക്കെ ജീവിക്കുന്നുണ്ട്, ഒരു ലോറിക്കാരൻ, ഒരു ലോറി, ഒരു ചായക്കടക്കാരൻ, ഒരുപാട് ആളുകളുടെ കുടുംബം, ഒരുപാട് മന്തിക്കട, അതുകൂടാതെ എന്താ പറയുക ഉദ്യോഗസ്ഥന്മാർക്ക് എത്ര ഉദ്യോഗസ്ഥന്മാർ ഈ പൈസ പഞ്ചായത്തിൽ പൈസ ജീവിച്ചു പോകും. ഓരോ ആളുകൾ വീട് വെക്കാൻ പൈസ, പിന്നെ കൈക്കൂലിയായിട്ട് വാങ്ങുന്നത്. ഇതൊക്കെ ഇതിൽ പെട്ട കാര്യങ്ങളാണ്. അതിന് സർക്കാർ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ യഥാർത്ഥ LDF ആയിട്ടാണ്. ഈ LDF UDF എന്നല്ല, LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഇതിനെ പറ്റി യാതൊരു ഇതുമില്ല. കാശ് കിട്ടും. മറ്റേന്ന് വെച്ചാല് കോറികൾ പൊട്ടിക്കണേ ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിഷയമില്ല. ഇപ്പൊ ഈ മഴക്കാലത്ത് എല്ലായിടത്തും ഉരുള് പൊട്ടുന്നു, മണ്ണിടിയുന്നു, എന്നിട്ടും അവിടെ കോറിയിൽ പൊട്ടിയില്ല. ഇത് ഒരു ജൂൺ ജൂലൈ ആകുമ്പോൾ നിരോധിക്കണ്ടേ? ഇല്ല. അതൊക്കെ തന്നെയാണ് പേരിനൊരു നിരോധനം അങ്ങോട്ട് പ്രഖ്യാപിക്കും. മഴക്കാർ കയറി ഭയങ്കര മഴ പെയ്യുമ്പോ അടിച്ച് പൊട്ടിക്കുക. ഇത് നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രവർത്തകരെ ഒന്നും വേണ്ടെന്ന് ഇവിടുത്തെ ഇപ്പോഴത്തെ വിഷയങ്ങൾ തീരാൻ ഇവിടുത്തെ സ്റ്റേഷനിൽ പിടിച്ചിട്ട മണല് സർക്കാർ വിചാരിക്കുകയാണെങ്കിൽ ലേലം വിളിച്ചു കൊടുത്താൽ ആ മണലും ആ വണ്ടിയും ഈ നാട്ടിലെ കടങ്ങൾ മുഴുവൻ തീരും. അത് ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ട് ചെയ്യാത്ത? ആ മണൽ വിറ്റാ പോലെ ഓരോ പോലീസ് സ്റ്റേഷൻ. ചേട്ടാ നിങ്ങൾ കോടാലിക്ക് പൂള് വെച്ച മാതിരി ഇരിക്കാത്ത നേരെ ഇരിക്കും. ആ നിങ്ങൾ കോടാലിക്ക് പൂള് അടിച്ചിട്ട് അത് ഇതൊന്നും കേട്ടോ. അത് വിടും.